എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ചരിത്രത്തിൽ ചില ഇന്നിംഗ്സുകൾ കേവലം മത്സരങ്ങൾ വിജയിപ്പിക്കാൻ മാത്രമുള്ളതല്ല, മറിച്ച് ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. കഴിഞ്ഞ ദിവസം ഗുവാഹത്തിയിൽ പാകിസ്ഥാനെതിരെ ഇഷാൻ കിഷൻ പുറത്തെടുത്തത് അത്തരമൊരു അമാനുഷിക പ്രകടനമായിരുന്നു. വെറും 40 പന്തുകളിൽ നിന്ന് 77 റൺസും 3 പടുകൂറ്റൻ ഗഗനചുംബിയായ സിക്സറുകളും. സാക്ഷാൽ ക്യാപ്റ്റൻ കൂൾ MS ധോണിയും ബൂം ബൂം ഷാഹിദ് അഫ്രീദിയും ഹിറ്റ്മാൻ രോഹിത് ശർമ്മയും ഒരേ സമയം ഒരു യുവതാരത്തിനു മുന്നിൽ അത്ഭുതത്തോടെ തലകുനിക്കുന്നത് നിങ്ങൾ ഒരിക്കലെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടോ? അതെ, പാക് ബൗളർമാരെ വെറുതെ തല്ലിച്ചതയ്ക്കുകയായിരുന്നില്ല ഇഷാൻ, മറിച്ച് ക്രിക്കറ്റിലെ റെക്കോർഡ് പുസ്തകങ്ങളിലെ താളുകൾ ഓരോന്നായി പിച്ചു ചീന്തി കാറ്റിൽ പറത്തുകയായിരുന്നു. നമ്മുടെ സ്വന്തം സഞ്ജു സാംസണിന് പകരക്കാരനായി ക്രീസിലെത്തിയ അഭിഷേക് ശർമ്മയിൽ നിന്ന് നമ്മൾ വലിയൊരു വെടിക്കെട്ട് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് സംഭവിക്കാതെ വന്നപ്പോൾ ഇന്ത്യൻ ടീമിന്റെ മുഴുവൻ സമ്മർദ്ദവും ഇഷാൻ കിഷന്റെ തോളിലായി. 175 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടരുമ്പോൾ ഓപ്പണറെ വീഴ്ത്തിയാൽ ഇന്ത്യയെ തകർക്കാമെന്ന പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയുടെ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു ഇഷാന്റെ ഈ സംഹാരതാണ്ഡവം. ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് തന്നെ ഉറപ്പിച്ചു വന്നതുപോലെ ആദ്യ പന്ത് മുതൽ അവൻ തുടങ്ങിയ വെടിക്കെട്ട് പാക് താരങ്ങളെ വക്ഷരാർത്ഥത്തിൽ വിയർപ്പിച്ചു. ഈ ഇന്നിംഗ്സിലൂടെ ഇഷാൻ തകർത്തത് വർഷങ്ങളോളം ആർക്കും തൊടാൻ കഴിയാത്ത 7 മഹാ റെക്കോർഡുകളാണ്. ഒന്നാമതായി അതിവേഗ അർദ്ധ സെഞ്ചുറി. വെറും 28 പന്തിൽ 50 തികച്ച ഇഷാൻ രോഹിത് ശർമ്മയുടെയും KL രാഹുലിന്റെയും ഇതിഹാസ ഇന്നിംഗ്സുകളെ ഓർമ്മിപ്പിച്ചു. ഷഹീൻ അഫ്രീദിയുടെ തീപ്പൊരിയോ സാം അയ്യൂബിന്റെ സ്പിന്നോ അവനു മുന്നിൽ വിലപ്പോയില്ല. രണ്ടാമതായി പവർ പ്ലേയിലെ സർവാധിപത്യം. ആദ്യ 6 ഓവറിൽ ഇന്ത്യ 52 റൺസ് എടുത്തപ്പോൾ അതിൽ സിംഹഭാഗവും ഇഷാന്റെ ബാറ്റിൽ നിന്നായിരുന്നു. പവർ പ്ലേയിൽ മാത്രം 10 ബൗണ്ടറികൾ പറത്തി ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായി അവൻ മാറി. പാക് ക്യാപ്റ്റൻ 5 ബൗളർമാരെ പരീക്ഷിച്ചിട്ടും ആ കൊടുങ്കാറ്റിനെ തടയാനായില്ല. മൂന്നാമതായി ആ 3 ഭീമാകാരമായ സിക്സറുകൾ. ഷഹീൻ അഫ്രീദിയുടെ 150 കിലോമീറ്റർ വേഗതയിലുള്ള പന്തിന്റെ വേഗതയെ മുതലെടുത്ത് തേർഡ് മാനിന് മുകളിലൂടെ ഫ്ലിക്ക് ചെയ്തതും സൽമാൻ അലിയെ ക്രീസിൽ നിന്നിറങ്ങി വന്ന് സൈഡ് സ്ക്രീനിന് മുകളിലൂടെ പറത്തിയതും യുവരാജ് സിംഗിന്റെ സുവർണ കാലഘട്ടത്തെ ഓർമ്മിപ്പിച്ചു. നാലാമത്തെ റെക്കോർഡ് തിലക് വർമ്മയുമായുള്ള ആ അവിശ്വസനീയ കൂട്ടുകെട്ടായിരുന്നു. ഒരു ബുള്ളറ്റ് ട്രെയിനിനേക്കാൾ വേഗത്തിൽ അവർ നിമിഷനേരം കൊണ്ട് 50 റൺസ് ബോർഡിൽ ചേർത്തു. അഞ്ചാമതായി ആ ഭ്രാന്തമായ സ്ട്രൈക്ക് റേറ്റ്. T20യിൽ 140 മികച്ചതായി കണക്കാക്കുമ്പോൾ ആൻഡ്രെ റസലിനെയും പൊള്ളാഡിനെയും പോലെ 190 സ്ട്രൈക്ക് റേറ്റിൽ ഒരു ഓപ്പണർ 40 പന്തിൽ 77 അടിക്കുന്നത് അത്യപൂർവമാണ്. ആറാമതായി അവന്റെ സ്ഥിരത. നേരത്തെ നമീബിയയ്ക്കെതിരെ 24 പന്തിൽ 61 റൺസ് നേടിയ അതേ ഫോം പാകിസ്ഥാനെതിരെയും ആവർത്തിച്ചു. ഏഴാമതായി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഏറ്റവും വേഗത്തിൽ 70 റൺസും അർദ്ധ സെഞ്ചുറിയും നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന ചരിത്ര നേട്ടവും അവൻ സ്വന്തമാക്കി. ഈ അത്ഭുത പ്രകടനം കണ്ട് ഇതിഹാസങ്ങൾ പോലും ഞെട്ടിത്തരിച്ചുപോയി. MS ധോണി പറഞ്ഞത്, പലരും പന്ത് ശക്തിയായി അടിക്കുന്നത് ഞാൻ കണ്ടു, എന്നാൽ ഇഷാന്റെ നിർഭയത്വം അവനെ വ്യത്യസ്തനാക്കുന്നു. ഇതിന് കഴിവ് മാത്രം പോരാ, ചങ്കൂട്ടം കൂടി വേണം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി അവനിൽ ഞാൻ കാണുന്നു എന്നാണ്. പാക് ഇതിഹാസം അഫ്രീദിയാകട്ടെ, ഈ പയ്യൻ എന്നേക്കാൾ അപകടകാരിയാണ്. എന്റെ 37 പന്തിലെ സെഞ്ചുറിയേക്കാളും അവിശ്വസനീയമാണ് സമ്മർദ്ദഘട്ടത്തിലെ ഈ 40 പന്തിലെ 77 റൺസ് എന്ന് തുറന്ന് സമ്മതിച്ചു. സ്വന്തം റെക്കോർഡുകൾ തകരുമെന്നറിഞ്ഞിട്ടും നമ്മുടെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ പറഞ്ഞത്, ഇഷാനെ കാണുമ്പോൾ എനിക്ക് എന്റെ പഴയ കാലം ഓർമ്മ വരുന്നു. എന്റെയും രാഹുലിന്റെയും റെക്കോർഡുകൾ അപകടത്തിലാണെങ്കിലും അതൊരു ഇന്ത്യൻകാരൻ തിരുത്തുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നാണ്. അതേ സുഹൃത്തുക്കളെ, ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയൊരു യുഗം പിറന്നിരിക്കുന്നു. 160 റൺസിൽ തൃപ്തപ്പെട്ടിരുന്ന ടീമിൽ നിന്ന് 10 ഓവറിൽ 150 ചേസ് ചെയ്യുന്ന വൻപന്മാരായി നമ്മൾ മാറി. സഞ്ജു സാംസൺ പോലുള്ള ഇതിഹാസങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ ഭാവി ഇഷാൻ കിഷന്റെ കൈകളിലും ഭദ്രമാണ്. ഈ ചരിത്ര മുഹൂർത്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇഷാൻ രോഹിത് ശർമ്മയുടെ 35 പന്തിലെ സെഞ്ചുറി റെക്കോർഡ് തകർക്കുമോ? ധോണി, അഫ്രീദി, രോഹിത് എന്നിവരിൽ ആരുടെ പ്രതികരണമാണ് നിങ്ങളുടെ രോമാഞ്ചം കൂട്ടിയത്? കമന്റ് ബോക്സിൽ തീപ്പൊരി പാറുക. ഇതുപോലുള്ള ചൂടൻ ക്രിക്കറ്റ് വിശേഷങ്ങൾ ആദ്യം അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്.